വളരെ മോശമായ ഭരണമാണ്. എല്ലാ സാധനത്തിനും വില കൂടി, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജനങ്ങളുള്ളത്. എല്ലാം കൊണ്ടും എന്തുകൊണ്ട് വെച്ചാൽ വികസനം വേണം, എല്ലാം കൊണ്ടും ഈ കട്ടുമുടിക്കണം കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവണം. ഭരണം മാറണം എന്നല്ല. എന്തുകൊണ്ട്? വിലക്കയറ്റം തന്നെ മൊത്തം ഭയങ്കര. ഉപ്പിന്, മുളകിന്, വിറകിന്, പയറിന്, തൊട്ടതിനൊക്കെ ദ്വീപിലാണ്. കഴിഞ്ഞ 10 വർഷം മുമ്പേയുള്ള ഭരണം എങ്ങനെയായിരുന്നുവെന്നും അതിനുശേഷം 2016 ശേഷം 26 വരെ LDF നടത്തിയ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും ജനങ്ങൾക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ച് കല, സാംസ്കാരിക, കായിക കേന്ദ്രമാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ രാവിലെ എന്ന് പറയുന്നത് നാനാഭാഗത്തു നിന്നും നാനാവിധത്തിലുള്ള ആളുകൾ വന്ന് ഒത്തുചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കൊന്നറിയാം. കഴിഞ്ഞ ഭരണത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം, വിലയിരുത്തലുകൾ, ആര് വരണം, ഇനി ആര് നമ്മളെ ഭരിക്കണം? കഴിഞ്ഞ 10 വർഷം മുമ്പേയുള്ള ഭരണം എങ്ങനെയായിരുന്നുവെന്നും അതിനുശേഷം 2016 ശേഷം 26 വരെ LDF നടത്തിയ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും ജനങ്ങൾക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അധികം വെറുതെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങൾക്ക് പരിപൂർണ്ണം ബോധ്യപ്പെട്ട് എല്ലാവർക്കും, കേരളത്തിൽ ജനങ്ങൾ മൊത്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ ഭരണം എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ പവർ കട്ട്, പെൻഷൻ, അങ്ങനെ പല കാര്യങ്ങളും 100 കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ടും ഇപ്പം പച്ചക്കളവ് പറഞ്ഞുണ്ടാക്കിയിട്ട് ഇല്ലാത്തതെല്ലാം പറഞ്ഞ് ക്രീം ഷോട്ടാണ്, മറ്റേ ഷോട്ടാന്ന് പറഞ്ഞിട്ട് പലരും ഉണ്ടാക്കിയിട്ട് പിന്നെ തടം മറിക്കാൻ നോക്കിയാണ്. അതൊരിക്കലും നടക്കൂല എന്നുള്ള ഉറപ്പിച്ച് പറയാം. കേരളത്തിൽ വരാൻ പോകുന്നത് 3ാം വട്ടം LDF വീണ്ടും ഭരണത്തിൽ വരുന്നുള്ള ഉറപ്പാണ്. എൻ്റെ അഭിപ്രായം അതാണ്. ഓക്കെ, 2 കാര്യങ്ങൾ നിങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു. പെൻഷന്, പവർ കട്ട്. അടുത്ത് വികസനമാണ് കാര്യമായിട്ടുള്ളത്. എന്തൊക്കെ വികസനം എന്ന് പറഞ്ഞാൽ നാടിന്റെ മൊത്തത്തിലുള്ള വികസനം. നാടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു വീട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് വീട് മൊത്തം നന്നാക്കാൻ കഴിയില്ല. ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ നന്നാക്കി എടുക്കാനേ പറ്റുള്ളൂ. അതുപോലെ നാടിന്റെ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് വികസിപ്പിച്ചെടുക്കണമെങ്കിൽ സമയം വേണം. അതിന് പണ്ടത്തെ മാതിരി 5 കൊല്ലം അവർ 5 കൊല്ലം പേര് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ വികസനങ്ങൾ എന്തൊക്കെ? 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ വികസനം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഭരണം മാറണം എന്നല്ല. എന്തുകൊണ്ട്? വിലക്കയറ്റം തന്നെ മൊത്തം ഭയങ്കര. ഉപ്പിന്, മുളകിന്, വിറകിന്, പയറിന്, തൊട്ടതിനൊക്കെ ദ്വീപിലാണ്. വിലങ്ങനെ ആകാശത്ത് തുമ്പിക്കുന്നത് അത്രയും വില കൂടുതൽ. പിന്നെ ഭൂനികുതി, കെട്ടിട നികുതി, ഒരു വീടുണ്ടാക്കിയ പെർമിറ്റിന് മൊത്തം വിലക്കയറ്റ. അല്ലാണ്ട് ഒരു LED ബൾബ് ഇട്ടുകൊണ്ട് വികസനമാവില്ല. അത്രേ ഉള്ളൂ. ഭരണം നിർബന്ധമായിട്ട് മാറണം. എന്തുകൊണ്ട്? സാധാരണക്കാരന് ഇവിടെ ജീവിക്കാനൊന്ന് ഭയങ്കര പ്രയാസം. നിർബന്ധമായിട്ട് മാറിയേ പറ്റൂ. ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും വില കൂടുക. പിന്നെ പറഞ്ഞാല് ഇത് മാറി വന്നാലേ മൊത്തത്തിൽ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൊത്തത്തിൽ UDF വരണം, നമ്മളാഗ്രഹം. ഭരണം മാറണം. LDF സർക്കാർ 10 വർഷമായി ഭരിക്കുന്നത്. എന്തും വികസനം വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല നമുക്ക്. അതുകൊണ്ട് ഇക്കൊല്ലം മാറണം എന്നാണ് ആഗ്രഹം. UDF തന്നെ വരണം. ഒരു ചേഞ്ചസ് വല്ലതും റിക്വയർ ഉണ്ടെങ്കിൽ UDF വരണം. പിന്നെ നോക്കാം, ജയിക്കും UDF. ഇലക്ഷൻ ആണല്ലോ, അപ്പോൾ നിങ്ങൾ കണ്ട വികസനങ്ങൾ തുടരണോ, വേറെ ആള് വരണോ, എന്തൊക്കെയാണ് വിമർശനങ്ങൾ, അനുകൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ബീച്ചിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു അഭിപ്രായം. ഇവിടെ ഒരു പൊതുവായിട്ടുള്ള ശൗചാലയം ഇല്ല. ഒരാൾക്കൊരു മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ എവിടെ പോകും ഒന്നത്. പിന്നെ ഇവിടെ മുഴുവൻ നാടോടികൾ വന്നിട്ട് നാശാക്കി എല്ലോ. രണ്ടാമത്, ഒരു കുട്ടീനെ ഇവിടെ നഷ്ടപ്പെട്ടാൽ ഇതിപ്പോൾ ഇതൊന്നുമില്ല. ക്രൗഡ് ഇപ്പോൾ വൈകുന്നേരവും അതിൻ്റെ ശേഷമൊക്കെ കാണാം. ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടാൽ അതൊന്ന് അനൗൺസ് ചെയ്യാനോ ഇതൊരു സൗകര്യമില്ല. ആ മൂലയിൽ എവിടെ ഒരു 2 പോലീസുകാരിയിരിക്കുന്ന ഒരു ഇതുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഒരു വിഷയം ഈ ബീച്ച് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഒരു മാറ്റം വേണമെന്നാണ് നമ്മളൊരു അഭിപ്രായം. ഭരണം എന്തായാലും ഒന്ന് മാറണം എന്നുള്ളൊരു അഭിപ്രായം. ഭരണം ഒന്ന് മാറിയിട്ട് തുടർച്ചയായിട്ടുള്ള കൊടുക്കുന്നുണ്ട്. ഭരണം മാറി വരണം. നല്ല വികസനങ്ങളൊക്കെ നടക്കുന്നു. നമ്മൾ മറ്റൊരു ഒരാൾ തന്നെ അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നാൽ കേരളത്തിൽ തന്നെ ഭരണം ഒന്ന് മാറി. ഭരണം മാറുന്നില്ലത് പൊതു അഭിപ്രായമാണ്. അത് മാറും തന്നെയാണ് നമ്മൾ
പരമാവധി വിശ്വാസം. അതിനെ പറയാനുള്ളത് ഭരണം മാറണം. എന്തുകൊണ്ട്? എല്ലാം കൊണ്ടും. എന്തുകൊണ്ട് വെച്ചാൽ വികസനം വേണം, എല്ലാം കൊണ്ടും. ഈ കട്ടുമുടിക്കണം കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവണം. അതിനെ കാരണം ഇവിടെ ഒരു കിലോമീറ്റർ ഉണ്ട് വലിയ ബോർഡുകളാണ്. ഇതൊക്കെ നമ്മളെ ഗവൺമെന്റ് ഫണ്ടാണ് ഫുള്ളായിട്ട്. അത്രയും CPM അത്രയും കട്ട് മുടിക്കുന്നുണ്ട്. കാരണം ഇത്രയും ഫണ്ട് എവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്നാൽ ഇവിടെ വികസനം എന്ന് പറയുന്നുണ്ട്, പക്ഷെ വികസനം കൂടുതൽ അഴിമതിയാണ് നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പം ഇവിടുത്തെ മെമ്പർ തന്നെ ഇപ്പം എന്താ വികസനം നടത്തിയത്? ഒരു വികസനം നടത്തിയിട്ടില്ല. ഈ ബീച്ച് തന്നെ ഇപ്പം എന്താ വികസനമുള്ളത്? വളരെ ദയനീയം. ഇവിടെ പിന്നെ എല്ലാ ടൈലുകളും ഒക്കെ താഴ്ന്നെടുക്കുക. ഇതൊക്കെ അഴിമതി തന്നെയാണ്. ഇത് മാറ്റുന്നുണ്ട്, വിനീതമേ ഇതാവുന്നുണ്ട്. ഒരു വികസനം എന്ന് പറഞ്ഞാൽ മുക്കാന്നുള്ള മുഖ്യം. മാക്സിമം മുക്ക, ബാക്കി വികസനം നടത്താം. അത് വികസനം അല്ലല്ലോ, മുഖ്യനെ ബാക്കിയല്ലേ വികസനം നടക്കുള്ളൂ. അത് ഇല്ലാണ്ടാവണം. ഭരണം മാറണം എന്നുള്ളതാണ്. എന്തുകൊണ്ട്? കാരണം ഒരേ പാർട്ടി തന്നെ 10 കൊല്ലമൊക്കെ ഭരിച്ചാൽ അത് ശരിയാവില്ല. കാരണം അതിൽ പല അഴിമതികൾ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ തന്നെ തുടർന്ന് പോയാൽ അതാണ് മെയിനായിട്ടുള്ളത്. എനിക്ക് എത്ര തന്നെ പറയാനുള്ളൂ. മാറ്റം നല്ലല്ലേ. എന്നും ഇങ്ങനെ ഒരേ ചോറുന്നാല് മാറ്റി എന്നും ബിരിയാണി. വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വികസനങ്ങൾ വാക്കുകളിലൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവൃത്തിയിലൂടെ വളരെ കുറവാണ് കാര്യങ്ങൾ കാണുന്നത്. പിന്നെ മുമ്പ് കഴിഞ്ഞു പോയ വികസനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതും കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോഴും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. പല ഭാഗങ്ങളിലും അങ്ങനെ തന്നെ ഡെഡായി കിടക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബേപ്പൂർ പോർട്ടായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അവിടെ കാര്യമായ വികസനങ്ങളൊന്നും നടന്നിട്ടില്ല. പറയുമ്പോൾ ഒരു മന്ത്രിനെ കിട്ടിയ സ്ഥലമാണ് അവിടെ. പ്രത്യേകിച്ച് പോർട്ടായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതിലൊക്കെ കുറേ ഷോപ്പ് കാണിച്ചെന്നല്ലാതെ മറ്റ് വികസനങ്ങളെ കുറിച്ച് നോക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വാക്കുകളിലൂടെ വന്ന വികസനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പ്രവൃത്തിയിലൂടെ വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്കാർക്കും ഫീൽ ചെയ്തിട്ടില്ല. കേരളത്തിന്റെ വളർച്ച ഭയങ്കരല്ലേ. എല്ലാ രീതിയിലും വളർന്നിട്ടുണ്ട്. ഏത് രീതിയിലാണ് കേരളം മുന്നോട്ട് പോകാത്തതുള്ളത്? എല്ലാ സെക്ഷനിലും ഒന്നാം സ്ഥാനമാണ് കേരളം. മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിനെ കണ്ടിട്ടാണ് വീക്ഷിക്കുന്നത്. എങ്ങനെ കേരളത്തിനെ പോലെ ആവാം എന്നുള്ളതാണ് എല്ലാ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് അത് എടുത്തു പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പഠിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ പറയുന്നത് ഒരു സഖാവാണ് എങ്കിലും കാര്യങ്ങൾ സഖാവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭരണം നടത്തുമ്പോൾ നിങ്ങളിപ്പോ നല്ല വികസനമാണ് ഒന്നാമതാന്ന് പറയുമ്പോൾ ഒരു 5 കാര്യങ്ങളെങ്കിലും ഒറ്റയടിക്ക് പറയാൻ കഴിയും? ഇല്ല, പറ്റില്ല. ഇല്ല. ഭരണത്തിൽ വിമർശനങ്ങൾ തന്നെ പറയാനുള്ളൂ. ഒന്നാമത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സാധനങ്ങളുടെ വില കയറ്റം. ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ തന്നെ ഒരു പേപ്പർ ശരിയാക്കാൻ പോയാൽ ഒടുക്കത്തെ റേറ്റാണ്. താങ്ങാൻ കഴിയില്ല. അതൊക്കെ തന്നെ. പിന്നെ വർഗീയത പിടിച്ചു നിർത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല സർക്കാർ. അത് വലിയൊരു പ്രശ്നം തന്നെ. കേരളം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്റ്റേറ്റായിരിക്കും ഒരു മാതൃകയാണ്. അതില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ പാർട്ടിയുടെ വളർച്ച, ഓരോ തീവ്രവാദ പാർട്ടികളുടെ വളർച്ച മൊത്തം മനുഷ്യരെല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് ഒതുക്കാൻ പറ്റണം. ഒതുക്കാൻ പറ്റലാണ് ഏറ്റവും നല്ല ഭരണം എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ റേഷൻ കടയിലൊക്കെ എന്താ ഉള്ളത്? വെറുതെ ഒരു അരി മാത്രം. പാവപ്പെട്ടവർക്ക് മെയിൻ ആശ്രയിക്കുന്നവർക്ക് എന്തിനാണ് റേഷൻ ഷോപ്പ്? അവിടെയൊക്കെ നല്ല ഫുഡ് കൊടുക്കുക. സൂപ്പർ മാർക്കറ്റുമാതിരി ആക്കിയാലും ആർക്ക് ഭരണം കിട്ടിയാലും അത്രക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതേമാതിരി സാലറി വർധനമൊന്നും പാലിക്കില്ലല്ലോ. സാധനങ്ങളുടെ വില കയറ്റാന്നല്ലാണ്ട് ഇൻകം ഉയരുന്നില്ല. ഈ വരുന്ന സർക്കാരുകൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നെ സംബന്ധിച്ചോളം പിന്നെ ഈ ഇപ്പം പറഞ്ഞ മാതിരി കോർപ്പറേഷൻ്റെ ഒക്കെ വലിയൊരു പ്രയാസം തന്നെയാണ്. ഒരു പേപ്പറിന് നടക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ ബിൽഡിംഗ് ടാക്സ്, പിന്നെ വേസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പരുക്ക് തന്നെയാണത്. അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഭരണം വലിയ മോശമൊന്നും ഞാൻ പറയില്ല. പക്ഷെ കുഴപ്പമില്ല. മറ്റുള്ള സ്റ്റേറ്റിനെ സംബന്ധിച്ചോളാം കേട്ടോ. ഇപ്പം ഗുജറാത്ത് നോക്കിയൊക്കെയുണ്ട്, ജീവിക്കാൻ പറ്റണ്ടേ? ഇവിടെ BJP കാണിക്കുന്നത് കംപ്ലീറ്റ് ഗുജറാത്തിനാണ്. ഗുജറാത്തിന്റെ സ്ഥിതി എന്താ? ഇപ്പോഴും പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നോക്കുമ്പോൾ കേരളം ഉഷാറാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പൊ പോണത്. വളരെ മോശമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ എല്ലാവർക്കും ഉണ്ടാവും. അതാണ് ഇപ്പം ഭരണത്തിന് പറയുന്ന എല്ലാവരും മോശം എന്നുള്ളത്. അത് പ്രത്യേകിച്ചിട്ട് കേരള സർക്കാർ നോക്കേണ്ട കാര്യമാണ്. ഇത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന സൗകര്യങ്ങളായ പാർപ്പിടവും ആരോഗ്യവും വിദ്യാഭ്യാസവും, ഈ മൂന്ന് കാര്യത്തിലും LDF ഗവൺമെന്റ് വൻ വിജയമാണ്. നമ്മുടെ ഈ കോഴിക്കോട് ടൗണിൽ തന്നെ സർക്കാർ ആശുപത്രികൾ
മെഡിക്കൽ കോളേജ്, ബീച്ച് ഹോസ്പിറ്റൽ, അതുപോലെ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ, ഇത് മൂന്നും വൻ നിലവാരത്തിൽ തന്നെയാണ്. എല്ലാ സൗകര്യവും ഉണ്ട്. അതുപോലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആയിരുന്നു. പിന്നെ ഏകദേശം ഒരു 5 ലക്ഷത്തോളം പേർക്കാണ് ഇവിടെ പാർപ്പിടം ലൈഫ് മിഷനിൽ കൂടി വീട് അനുവദിച്ചത്. പിന്നെ നമ്മുടെ നഗരവികസനം, റോഡുകൾ, ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് മുതൽ വെള്ളിമാടുന്ന് വരെ 4 വരി പാതയാണ്. എല്ലാ സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഈ ഗവൺമെന്റ് തന്നെയാണ് ഇനി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ആവശ്യം. അത് തന്നെയാണ്. ഈ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങളും അതിൽ തന്നെ അത് പെടുന്നതാണ്. പിന്നെ ക്ഷേമ പെൻഷൻ വേറെ തന്നെയാണ്. കാരണം UDF ഗവൺമെന്റ് വന്നാൽ ഒരു 18 മാസം പെൻഡിങ് ഉള്ള മാതിരി അല്ല. പറഞ്ഞ് ചെയ്യും. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ 2000 രൂപ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഓരോ കാര്യത്തിലും. അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ നമ്മളെല്ലാവരും വളരെ വർഷങ്ങളോളമായിട്ട് കാണുന്നതാണ്. ഏത് മുന്നണി വന്നു കഴിഞ്ഞാലും അവരെ പോക്കറ്റ് വീർപ്പിക്കലാണ് പൊതുവെ ഉണ്ടാവില്ല. പക്ഷേ അഹമ്മദ് ദേവഗോവിൽ എന്ന് പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ടേൺ കൂടി അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭരണം എങ്ങനെ മാറിയാലും അദ്ദേഹം ഒരു MLA എന്ന നിലക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ഓൾ. ഫൈസൽ ബാബു ഒരു 10,000 വോട്ടിന് ജയിക്കും. ഇവിടെ നല്ല വിഷനുള്ള ഒരു നേതാവാണ്, നല്ല പുതിയ ജനറേഷനാണ്, പുതിയ തലമുറയാണ്, നല്ല കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തായാലും UDF കൊണ്ടു. കഴിഞ്ഞ ഭരണത്തെക്കുറിച്ച് എന്താണ്? വളരെ മോശമായ ഭരണമാണ്. എല്ലാ സാധനത്തിനും വില കൂടി, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജനങ്ങളുള്ളത്. ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല് എല്ലാം ഇരട്ടി കൂടിക്കൊണ്ട്, എല്ലാവിധ ടാക്സും, പെർമിഷൻ ടാക്സും ഒക്കെ. ഇത് ജീവിക്കേണ്ട മനുഷ്യന്മാർക്ക് ഇതെന്താണ് ഈ പൈസ? ഭയങ്കര ദൂരത്ത് ഫ്ലക്സ് ബോർഡൊക്കെ ഉണ്ടല്ലേ, ലക്ഷക്കണക്കിന് ഉറുപ്പിക ഫ്ലക്സ് ബോർഡ് കംപ്ലീറ്റ് നാട് മുഴുവൻ വെക്കാണ്. അതൊക്കെ ഗവൺമെന്റ് പൈസ അല്ലേ, നമ്മളെ നികുതി പണല്ലേ ഇതൊക്കെ. അപ്പോൾ ഇത് വളരെ ദൂരത്തായ ഒരു ഗവൺമെന്റാണ്. ഇത് മാറണം എന്തായാലും. ഒരു പുതിയ ഗവൺമെന്റ് വരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അത് വരും. ഇൻഷാ അല്ലാഹ് 100 സീറ്റിലധികം വരും.